നോൺ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 ആണ്. ഡാറ്റ ലിങ്ക് ലെയർ കൺട്രോൾ. നമ്മുടെ മൊഡ്യൂളിന്റെ പേര് ഡാറ്റ ലിങ്ക് ലെയർ കൺട്രോൾ ആണ്. അപ്പം എന്താണ് ഡാറ്റ ലിങ്ക് ലെയർ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾ എന്തായാലും ഡാറ്റ ലിങ്ക് ലെയറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. ഇന്ന് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഡാറ്റ ലിങ്ക് ലെയറിലുള്ളത്. അപ്പൊ നമ്മൾ 7 ലെയേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നെറ്റ്വർക്കിൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ സിസ്റ്റമിൽ നിങ്ങൾ പഠിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമുക്കുള്ള ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ലെയർ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ ലെയർ, രണ്ടാമത്തത് നമുക്ക് പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. ഇത്രയും ലെയേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ ഓരോ ലെയർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണ്. വാട്സപ്പ് എന്ന് പറയുന്ന നമ്മുടെ ആപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണ്. യൂസർ ഇന്ററാക്ഷൻ. ദെൻ പ്രസന്റേഷൻ ലെയറിലെത്തുമ്പോൾ പ്രസന്റേഷൻ ഡ്യൂട്ടി നമ്മൾ അയച്ച മെസ്സേജ് എൻക്രിപ്റ്റ് ആൻഡ് ഡീക്രിപ്റ്റ് ചെയ്യുക. എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. എൻക്രിപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് സെക്യൂരിറ്റി പർപ്പസ് ആണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വേറൊരു ഫോർമാറ്റിലേക്ക് നമ്മളെ മെസ്സേജിനെ ചേഞ്ച് ചെയ്യുന്നു. ദെൻ ഇവിടെ ടോക്കൺ ആൻഡ് സെഷൻ മാനേജ്മെന്റ്, അതായത് നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടിയാണ് ടോക്കൺ ഓർ സെഷൻ മാനേജ്മെന്റ്. സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ സെഷൻ ലെയറിലാണ് നമ്മൾ സെഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത്. നെറ്റ്വർക്ക് ലെയറിലാണ് റൗട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഏത് അതിന്റെ ഇടയിൽ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. സെഷൻ ലെയർ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെയർ. ഒരു ലെയർ കൂടെ ഉണ്ട്. ട്രാൻസ്പോർട്ട് ലെയറിലാണ് എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി എന്നാ പറയാം. എൻഡ് ടു എൻഡ് കണക്ഷൻ, അതായത് ഏത് ഡെസ്റ്റിനേഷനിലോട്ടാണോ നമുക്ക് മെസ്സേജ് പോകേണ്ടത് ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട്, അതായത് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ മെസ്സേജ് ട്രാൻസ്മിഷൻ. ഇത് ഇവിടെയാണ് മൾട്ടിപ്ലക്സിംഗ് ആൻഡ് ഡീമൾട്ടിപ്ലക്സിംഗ്. ഇങ്ങനത്തെ എല്ലാ പ്രോസസ്സുകളും, ഒരുപാട് പ്രോസസ്സിന്റെ എറർ കൺട്രോൾ ഉണ്ട്, ഫ്ലോ കൺട്രോൾ ഉണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ദെൻ നെറ്റ്വർക്ക് ലെയറിലാണ് റൗട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഏത് നെറ്റ്വർക്കിലോട്ടാണ് നമ്മൾ മെസ്സേജിനെ പാസ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതായത് പാസ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. ദെൻ ഇവിടെ ഡാറ്റ ലിങ്ക് ലെയർ, ഈ ലെയറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡാറ്റ ലിങ്ക് ലെയറിൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഹോപ്പ് ടു ഡെലിവറി എന്ന്. ഡെലിവറി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പിന്നെ നോഡ് ടു നോഡ് ഡെലിവറി. ഫിസിക്കൽ ലെയറിലാണ് നമുക്ക് ഏറ്റവും ഇന്റേണൽ ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ഇവിടെ നമുക്ക് ബിറ്റ് ലെവൽ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. ബിറ്റ് ലെവൽ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. അപ്പം നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള നിങ്ങളുള്ള ഈ 6 ലെയേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫിഫ്ത് സെമ്മിൽ പഠിക്കും. ഡാറ്റ ലിങ്ക് ലെയറിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ഞാൻ ഡാറ്റ ലിങ്ക് ലെയറിലോട്ട് മൂവ് ചെയ്യാണ്. ഡാറ്റ ലിങ്ക് ലെയർ. അപ്പൊ ഈ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഡാറ്റ ലിങ്ക് ലെയറിൽ. അപ്പം ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഓരോന്നായിട്ടുള്ള ഫങ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഡാറ്റ ലിങ്ക് ലെയർ നമ്മൾ പറയുന്നത് ഹോപ്പ് ടു ഹോപ്പ് ഡെലിവറി എന്ന ഡെലിവറി, അല്ലെങ്കിൽ നോഡ് ടു നോഡ് ഡെലിവറി എന്ന് പറയും. നോഡ് ടു നോഡ് ഡെലിവറി എന്ന് പറയും. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട്. A1, A2, A3, A4. ഇതൊരു നെറ്റ്വർക്കാണ്. A1, A2, A3 ഒക്കെ നോഡ്സ് ആണ് നെറ്റ്വർക്കിലെ.
ദെൻ അത് റൗട്ടർ ആണ്. ദെൻ ബി എന്ന് പറയുന്ന വേറെ നെറ്റ്വർക്ക് ഉണ്ട്. ബി എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്. V1, V2, V3. നെറ്റ്വർക്ക് എ, നെറ്റ്വർക്ക് ബി, രണ്ട് നെറ്റ്വർക്ക്. അപ്പൊ നോക്കാം, നമ്മളെ ഡാറ്റ ലിങ്ക് ലെയറിൽ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഡാറ്റ ലിങ്ക് ലെയറിൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫിസിക്കൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ സ്വിച്ചും അതുപോലെ തന്നെ ബ്രിഡ്ജും ആണ്. സ്വിച്ചും രണ്ട് ബ്രിഡ്ജും ആണ് നമ്മളെ ഡാറ്റ ലിങ്ക് ലെയറിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫിസിക്കൽ ഡിവൈസസ്. ഇത് റൗട്ടർ 1, ഇത് റൗട്ടർ 2, റൗട്ടേഴ്സ് ആണ്. ഇവിടെ നോക്കാം എന്താണ് എങ്ങനെയാണ് നമ്മളെ വർക്കിംഗ് എന്നുള്ളത് നോക്കാം. അപ്പം ഇവിടെ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്നത്, ഡാറ്റ ലിങ്ക് ലെയർ നമുക്ക് ഇപ്പം ഒരു നെറ്റ്വർക്കിൽ എ എന്ന് പറയുന്ന നെറ്റ്വർക്ക്, ഇതൊരു ലാൻ ആണ്, ഇത് റിംഗ് ടോപ്പോളജി ആണ് കേട്ടോ. റിംഗ് ടോപ്പോളജി, ഇത് ബസ് ടോപ്പോളജി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ എ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് A1 എന്ന് പറയുന്ന ആൾക്ക് A3 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ആണ്, ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആണ്, A3 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ആണ്. ഇവിടെ നമുക്ക് ഡാറ്റ ലിങ്ക് ലെയർ അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയർ ഇവിടെ ഫംഗ്ഷനിങ് ആണ്. ഇവിടെ ഡാറ്റ ലിങ്ക് ലെയർ യൂസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് പിന്നെ ഈ ലാൻ നെറ്റ്വർക്കിൽ നമുക്ക് ഇവിടെ മാക് അഡ്രസ് യൂസ് ചെയ്തിട്ട്, മാക് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് A1 എന്ന് പറയുന്ന ഒരാൾക്ക് A2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, സെയിം നെറ്റ്വർക്കിലുള്ള ആൾ, അതായത് സെയിം നെറ്റ്വർക്കിലുള്ള ആൾക്ക്. ദെൻ ഡിഫറെന്റ് നെറ്റ്വർക്കിലുള്ള ഒരാൾക്ക്, അതായത് A1 A2 A3 പാസ് ചെയ്യാം, A2 പാസ് ചെയ്യാം, A4 പാസ് ചെയ്യാം, വൈസ് വേഴ്സ. പക്ഷെ ഈ എ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിലോട്ട് ഡയറക്റ്റ് ആയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ A1 എന്ന് പറയുന്ന ആൾക്ക് A2 എന്ന് പറയുന്ന ആൾക്ക് B2 ഒരു മെസ്സേജ് അയക്കണം. ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂല, മാക് അഡ്രസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. അതായത് നമ്മൾ റൗട്ടറിലോട്ട് പാസ് ചെയ്തിട്ട് ആണ് നമ്മൾ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് നോക്കാം, ഇപ്പം A1 എന്ന് പറയുന്ന ആൾക്ക് നോക്കാട്ടോ, A1 എന്ന് പറയുന്ന ആൾക്ക് A1 എന്ന് പറയുന്ന നോഡിന് ഓക്കെ, V1 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ട്, എന്ന നെറ്റ്വർക്കിൽ A1 എന്ന് പറയുന്ന ഡിവൈസിന് V1 എന്ന് പറയുന്ന ഡിവൈസിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് പ്രോസസ് അല്ല. A1 എന്ന് പറയുന്ന ആൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? റൗട്ടറിലോട്ട് പാസ് ചെയ്യുന്നു. R1 എന്ന് പറയുന്ന റൗട്ടർ A1 ഉണ്ട്. ഇവിടെയാണ് നമ്മൾ DTE DC ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? DTE DC, ഓക്കെ, DCE DTE DC എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, DC. അപ്പം ഈ R1 നമ്മൾ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു, R1 പാസ് ചെയ്യുന്നു. ഓക്കെ, ഈ R1 എന്ന് പറയുന്ന റൗട്ടറിന് R2 ബിയിലെ റൗട്ടറിലോട്ട് പാസ് ചെയ്യുന്നു. അപ്പം ഇതിനെ പറയുന്ന പേരാണ് നോഡ് അല്ലെങ്കിൽ ഹോപ്പ്. ഓക്കെ, ഹോപ്പ് എന്ന് പറയും. അപ്പം ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹോപ്പ് ടു ഹോപ്പ്, അതായത് A1 എന്ന് പറയുന്ന ഒരാളെന്ന് ഒരു സോഴ്സ്, ഇതാണ് സോഴ്സ്, ഇതാണ് ഡെസ്റ്റിനേഷൻ. അപ്പം ഇവിടെ എന്താണ്, ഇയാളെ ഈ എസ് എന്ന് പറയുന്ന ആളെന്ന് ഈ നോഡിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടുന്ന് ഇതാ ഈ നോഡിലോട്ട്, അതായത് നോഡ് ഓർ ഹോപ്പ് റൗട്ടറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അല്ലാതെ നമുക്ക് ഇവിടത്തോട്ട് B1 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി അല്ല ആർക്കുള്ളത്? ഡാറ്റ ലിങ്ക്. അതിന്റെ ഡ്യൂട്ടി എന്നാൽ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഓർ എൻഡ് ടു എൻഡ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഡ്യൂട്ടിയാണ് എൻഡ് ടു എൻഡ് എന്ന് പറയുന്നത്, എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി. നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കാം, ഇവിടെ R1 എന്ന് പറയുന്ന റൗട്ടറിന് R2 എന്ന് പറയുന്ന റൗട്ടറിലോട്ട് ഹോപ്പ് ടു ഹോപ്പ് ഓർ നോഡ് ടു നോഡ് ട്രാൻസ്മിഷൻ ആണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്നു. ഈ നോഡ് R1 എന്ന് പറയുന്ന നോഡ് റിസീവ് ചെയ്ത ഈ ഒരു മെസ്സേജിന് എങ്ങോട്ട്? അടുത്ത റൗട്ടറിലോട്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ ഒരു ഡ്യൂട്ടിയാണ് ആദ്യമായിട്ട് തന്നെ നമുക്ക് ഡാറ്റ ലിങ്ക് ലെയറിൽ പഠിക്കണം. അപ്പൊ എന്താണ് പറയുന്നത്? ഹോപ്പ് ടു ഹോപ്പ് ഡാറ്റ ഡെലിവറി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ല. ഇനി എന്ത് ചെയ്യുന്നു?
ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ബി എന്ന് പറയുന്ന B1 പോകുന്നുണ്ട്. അതിന് പല നെറ്റ്വർക്ക് ഇതൊക്കെ നെറ്റ്വർക്ക് ലെയർ ഈ റൗട്ടിങ്ങിൽ നമ്മൾ ഇവിടെ നമുക്ക് കുറെ പ്രോട്ടോകോൾ ഉണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് ഫിസിക്കൽ അഡ്രസ് മാക് അഡ്രസ്സിനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഈ മാക് അഡ്രസ്സിനെ എന്താക്കുന്നുണ്ട്, IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മാക്കിനെ IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഡിഫറെന്റ് നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് RARP, അതായത് റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ARP എന്ന് പറയുന്നത് IP ടു മാക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു, ARP എന്ന് പറയുന്നു. IP ടു മാക് അഡ്രസ് ആണെങ്കിൽ, IP ടു മാക് അഡ്രസ് ആണെങ്കിൽ ARP പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. അപ്പൊ ഈ മാക് അഡ്രസ്സിനെ IP അഡ്രസ്സിലോട്ട് മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് ഇതിന്റെ നെറ്റ്വർക്കിന്റെ ഡ്യൂട്ടി. അത് നെറ്റ്വർക്ക് ലെയറിന്റെ ഡ്യൂട്ടിയാണ്. റൗട്ടിംഗ് എന്ന് പറയുന്നത് ഇതാരുടെ ഡ്യൂട്ടിയാണ്, റൗട്ടിംഗ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിന്റെ ഡ്യൂട്ടിയാണ്. ആ മെസ്സേജ് ഈ ഒരു ഇതിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യലാണ് ഹോപ്പ് ടു ഹോപ്പിലാണ് ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി. എൻഡിലോട്ട് ഡെസ്റ്റിനേഷനിലോട്ട് പാസ് ചെയ്യുന്നത് ആരാണ്, എൻഡ് ടു എൻഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അപ്പൊ ഇവിടെ നോക്കാം, ഹോപ്പ് ടു ഹോപ്പ് ഡെലിവറി ആണ് ആര് ചെയ്യുന്നത്, നമ്മളെ ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി, ഫസ്റ്റ് ഡ്യൂട്ടി. രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫ്ലോ കൺട്രോൾ ആണ്. ഫ്ലോ കൺട്രോൾ. ഈ പേര് പറയും പോലെ തന്നെ എന്താണ് ഫ്ലോ കൺട്രോൾ എന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന A1, A2, A3, A4. നമുക്ക് രണ്ട് റൗട്ടർ ഉണ്ട്, R1, R2, then P1, P2, P3. ഇത് നമ്മളെ നെറ്റ്വർക്ക് A, ഇത് നെറ്റ്വർക്ക് B. കണക്ഷൻ ഉണ്ട്, നെറ്റ്വർക്കുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇത് നോക്കാം. ഈ A1 എന്ന് പറയുന്ന ഡിവൈസ് എന്ത് ചെയ്യുന്നു, A1 എന്ന് പറയുന്ന ഡിവൈസ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മെസ്സേജുകൾ റൗട്ടർ 1 ഇടുന്നു. റൗട്ടർ 1 ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ 5 GB എന്ന് പറഞ്ഞു. അപ്പോ മോർ ദാൻ 5 GB ആകുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, ഓവർലോഡ് ആവുന്നു. മോർ ദാൻ 5 GB മെസ്സേജുകൾ വരുന്നു. 10 GB മെസ്സേജുകളൊക്കെ വന്നാൽ ഇത് ഓവർലോഡ് ആവുന്നു. ഇത് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ഡാറ്റ ലോസ് അവിടെ സംഭവിക്കുന്നു. എന്താണ് ഡാറ്റ ലോസ് അവിടെ സംഭവിക്കുന്നു? എവിടെ, നമ്മളെ നോഡിൽ അല്ലെങ്കിൽ ഹോപ്പിൽ ഡാറ്റ ലോസ് സംഭവിക്കുന്നു. ഈ ഡാറ്റ ലോസിനെ മാനേജ് ചെയ്യാനാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറിലും ട്രാൻസ്പോർട്ട് ലെയറിലും സെയിം ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഫ്ലോ കൺട്രോൾ ഉണ്ട്, എറർ കൺട്രോൾ ഉണ്ട്, ഇവിടെയും ഫ്ലോ കൺട്രോൾ ഉണ്ട്, ഇവിടെയും ഫ്ലോ കൺട്രോൾ ഉണ്ട്, ഇവിടുത്തെ ഫ്ലോ കൺട്രോൾ എന്താ, നോഡിന്റെ ഫ്ലോ കൺട്രോൾ. അതായത് ഈ റൗട്ടറിലെ ഫ്ലോനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിൽ എന്താണ്, ഡെസ്റ്റിനേഷൻ പാർട്ടായ B1. സോഴ്സ് എന്ന് പറയുന്നത് A1 ആണ്. ഡെസ്റ്റിനേഷൻ ഇതിനൊരു മെസ്സേജ് കപ്പാസിറ്റി ഉണ്ട്. അതാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക, ട്രാൻസ്പോർട്ട് ലെയർ പഠിക്കുന്ന സമയത്ത്. അപ്പൊ ഇവിടെ ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആരെയാണ്, നമ്മുടെ റൗട്ടറിലെ ഫ്ലോനെയാണ്, അതായത് റൗട്ടറിന്റെ കപ്പാസിറ്റിനെയാണ് മാനേജ് ചെയ്യുന്നത്. അതാണ്. അല്ലെങ്കിൽ ഡാറ്റ ലോസ്. ഇതിന് നമുക്ക് ഒരുപാട് പ്രോട്ടോകോൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഫ്ലോ കൺട്രോൾ, അതായത് ഈ ഡാറ്റ ലോസ് ഇല്ലാതെ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതിന് ഫ്ലോ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ് നോക്കുക. ഫ്ലോ കൺട്രോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ പ്രോട്ടോകോൾ ആണ്, ഒന്ന് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ. രണ്ട് ഗോ ബാക്ക് എൻ പ്രോട്ടോകോൾ. മൂന്ന് സെലക്റ്റീവ് റിപ്പീറ്റ് പ്രോട്ടോകോൾ. ഇത്രയും പ്രോട്ടോകോൾസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇപ്പൊ ഫ്ലോ കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ, ഗോ ബാക്ക് എൻ പ്രോട്ടോകോൾ, സെലക്റ്റീവ് റിപ്പീറ്റ് പ്രോട്ടോകോൾ. അപ്പൊ അതായത് നമുക്ക് ഈ ഡാറ്റ ലോസിനെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ മാനേജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് എറർ കൺട്രോൾ എന്ന് പറയുന്നത്. എറർ കൺട്രോൾ മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് എറർ കൺട്രോൾ. എറർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. 1 ബിറ്റ് എററും 1 ബിറ്റ് ചേഞ്ച് എററും, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ബിറ്റ് ചേഞ്ച് എററും. മൾട്ടിപ്പിൾ ബിറ്റ് ചേഞ്ച്.
അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എ എന്ന് പറയുന്ന സോഴ്സ് നിന്ന് ഞാൻ റൗട്ടറിലോട്ട് ഞാൻ നോഡിലോട്ട് നോഡ് അല്ലെങ്കിൽ ഹോപ്പിലോട്ട് എന്ത് ചെയ്തു, ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് ഇവിടുന്ന് 1110 എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഞാൻ അയച്ചു. അയച്ച മെസ്സേജ് ഇവിടെ എത്തിയ സമയത്ത് എന്തായി, 1111 ആയി. ഈ ബിറ്റ് ചേഞ്ച് ആയി, 1 ബിറ്റ് ചേഞ്ച് ആയി. അല്ലെങ്കിൽ എന്താ, ഞാൻ ഒരു മെസ്സേജ് അയച്ചു 110 എന്ന് പറയുന്നത് വെച്ച് 1010 എന്ന് മെസ്സേജ് വന്നപ്പോൾ ഏതൊക്കെ ചേഞ്ച് ആയി, സോറി 1011 1011 എന്ന് പറയുമ്പോൾ 1 ബിറ്റ് ചേഞ്ച് ആയി, മൾട്ടിപ്പിൾ ബിറ്റ് ചേഞ്ച് ആയി. ഇങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് എറർ വരാം, മൾട്ടിപ്പിൾ ബിറ്റ് ചേഞ്ചും അതുപോലെ തന്നെ സിംഗിൾ ബിറ്റ് ചേഞ്ചും. അപ്പൊ ഇങ്ങനത്തെ മെസ്സേജുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിന്റെ എറർ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഈ എറർ ഡിറ്റക്ഷൻ ആൻഡ് എറർ കറക്ഷൻ ഉണ്ട്, രണ്ട് ഫങ്ഷൻസ് ആര് ചെയ്യുന്നുണ്ട്, എറർ കൺട്രോളിൽ എന്തൊക്കെ വരുന്നുണ്ട്, എറർ ഡിറ്റക്ഷൻ ആൻഡ് എറർ കറക്ഷൻ. എന്തൊക്കെ വരുന്നത്, എറർ ഡിറ്റക്ഷൻ ആൻഡ് എറർ കറക്ഷൻ. നോക്കാം, ഇതൊക്കെ എവിടെയുണ്ട്, എറർ കൺട്രോൾ ചെയ്യുന്നത് എവിടെയുണ്ട്, നമ്മളെ ട്രാൻസ്പോർട്ട് ലെയറിൽ നമുക്ക് എററിനെ കൺട്രോൾ ചെയ്യണം. എറർ ഡിറ്റക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ എറർ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് വൺ, രണ്ട് എറർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എറർ ഡിറ്റക്ഷൻ. എററിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം, എറർ ഡിറ്റക്ഷൻ. എറർ ഡിറ്റക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ലിങ്ക് ലെയറിൽ യൂസ് ചെയ്യുന്നതാണ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. ദെൻ VRC, വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്ക്, വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്ക്. അടുത്തത് LRC, ലോഞ്ചിറ്റ്യൂഡിനൽ റിഡൻഡൻസി ചെക്ക്, longitudinal redundancy check. These are the error detection mechanism in data link layer. Then transport layer നമ്മൾ checksum എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നു. checksum എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ. നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ഇവിടെ നോക്കുക എന്തൊക്കെയാണ്, VRC, CRC, LRC, മൂന്ന് കാര്യങ്ങളാണ്. 1 2 3. ഇനി എറർ ഡിറ്റക്ട് ചെയ്ത എററിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ചെയ്യണം. എറർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പാരിറ്റി ബിറ്റ് ഹാമിംഗ് കോഡ്, മെത്തേഡ്. ഹാമിംഗ് കോഡ് എററിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പം എറർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ബിറ്റ് ചേഞ്ചിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെക്കാനിസം ആണ് CRC, VRC ആൻഡ് LRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, വെർട്ടിക്കൽ റിഡൻഡൻസി ചെക്ക് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ റിഡൻഡൻസി ചെക്ക്. ഹാമിംഗ് കോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എററിനെ നമ്മൾ കറക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ്, നാലാമത്തെ ഫംഗ്ഷൻ ആണ് ആക്സസ് കൺട്രോൾ. ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു മെസ്സേജ് A എന്ന് പറയുന്ന ഇതിന്ന് നമുക്ക് ഒരു ഹോപ്പിലോട്ട് മെസ്സേജ് മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ നോഡിലോട്ട് മെസ്സേജ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരുന്ന മൾട്ടിപ്പിൾ മെസ്സേജ് ഒക്കെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കുക, കൊളീഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് മെസ്സേജിൽ. അപ്പൊ ഈ കൊളീഷൻസ് നമുക്ക് ആക്സസ് ചെയ്യുമ്പോൾ അപ്പൊ കൊളീഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കൊളീഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ള ഒരുപാട് ടെക്നോളജി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മെത്തേഡ്സ് ആണ് പറയുന്നത്, കൊളീഷൻ അവോയ്ഡൻസ് ആൻഡ് കൊളീഷൻ ഡിറ്റക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്ന മെത്തേഡാണ് CSMA ബാർ CD, അതായത് കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ്. അതായത് കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് കൊളീഷൻ ഡിറ്റക്ഷൻ എന്ന ഇതിന്റെ ഫുൾ ഫോം. എന്താണ് കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് കൊളീഷൻ ഡിറ്റക്ഷൻ. ഇതൊക്കെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കണം. കൊളീഷൻ ഡിറ്റക്ഷൻ. ദെൻ CSMA ബാർ CA, CSMA ബാർ CA എന്ന് പറഞ്ഞാൽ കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് കൊളീഷൻ അവോയ്ഡൻസ്. CA എന്ന് പറഞ്ഞു. ദെൻ നമുക്ക് വേറെ അടുത്തത് പറയാനുള്ളത് മൂന്നാമത്തതാണ് അലോഹ എന്ന് പറയും. അലോഹ കൺസെപ്റ്റ്. അലോഹ രണ്ട് ടൈപ്പ് ആണുള്ളത്, സ്ലോട്ടഡ് ആൻഡ് പ്യൂർ അലോഹ. നാലാമത്തതാണ് നമുക്കുള്ളത്, നാലാമത്തെ കൺസെപ്റ്റ് ആണ് നമുക്ക് ടോക്കൺ റിംഗ് എന്ന് പറയും. ടോക്കൺ റിംഗ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ആക്സസ് കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആക്സസ് കൺട്രോൾ എങ്ങനെയാണ് നമുക്ക് ഓരോന്നിനെ ഓരോ
ഫ്രെയിമിനെ ആക്സസ് ചെയ്യുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റനെ ആക്സസ് ചെയ്യുമ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, കൊളീഷൻസ് എങ്ങനെ ഒഴിവാക്കുന്നു എന്നുള്ളതൊക്കെ ഡ്യൂട്ടിയാണ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ഫംഗ്ഷൻ ആണ് ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ മാക് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഫിസിക്കൽ അഡ്രസ്, മാക് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ് ഓർ മാക് അഡ്രസ്, ഫിസിക്കൽ അഡ്രസ് ഓർ മാക് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം A1 എന്ന് പറയുന്ന ഒരു A3 ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ബൈ യൂസിങ് മാക് അഡ്രസ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. A1 എന്ന് പറയുന്ന ഒരു ഡിവൈസ് B1 എന്ന് പറയുന്ന ഡിവൈസിലോട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. ഓക്കെ, ഇത് A എന്ന് പറയുന്ന നെറ്റ്വർക്ക് ആണ്, ഇത് B എന്ന് പറയുന്ന നെറ്റ്വർക്ക് ആണ്. മാക് അഡ്രസ് വെച്ച് ഡയറക്റ്റ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇന്റർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ എന്തല്ല, ഡാറ്റ ലിങ്ക് ലെയറിൽ മാക് അഡ്രസ് വെച്ച് പോസിബിൾ അല്ല. അതിനാണ് നമുക്ക് IP അഡ്രസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, IP അഡ്രസ് എന്ന് പറയുന്നത്. IP അഡ്രസ്, അപ്പം മാക് അഡ്രസ്സിന് എന്ത് ചെയ്യണം? മാക് അഡ്രസ്സിനെ IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് RARP, റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. ഓക്കെ, ഇത് വെച്ചിട്ടാണ്, ഈ IP അഡ്രസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു നെറ്റ്വർക്ക് ആക്സസ് ചെയ്യുക. അതായത് A എന്ന് പറയുന്ന നെറ്റ്വർക്കിന് ബിയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് via IP അഡ്രസ്. ക്ലിയർ ആയെന്ന് വെച്ചാൽ നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മള് ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മളെ ഡാറ്റ എത്തുന്നു. ഡാറ്റ ലിങ്ക് ലെയറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നെറ്റ്വർക്ക് ലെയറിന് നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറിലോട്ട് എന്ത് ചെയ്യുന്നു, ഡാറ്റ വരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ആ ഒരു മെസ്സേജിന് നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൽ അയച്ച മെസ്സേജ്, എന്നാ പറയാ, ആപ്ലിക്കേഷൻ ലെയറിൽ ഒരു മെസ്സേജ് അയച്ചു. പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക, ഈ ട്രാൻസ്പോർട്ട് ലെയറിന് അതിനെ പറയുന്ന പേര് സെഗ്മെന്റ് എന്നാ പറയാം. ഈ ലെയറിലും അതിനെ മെസ്സേജ് എന്നാ, എൻക്രിപ്റ്റഡ് മെസ്സേജ് എന്നാ പറയാം. സെഷൻ ലെയറിലും മെസ്സേജ് എന്നാ പറയാം. ട്രാൻസ്പോർട്ട് ലെയറിൽ അതിനെ സെഗ്മെന്റ് എന്ന് പറയും. നെറ്റ്വർക്ക് ലെയറിലെ പാക്കറ്റ് എന്ന് പറയും. ഈ പാക്കറ്റ് എന്ന് പറയുന്ന ഒക്കെ ഡാറ്റ ആണ് കേട്ടോ, ഡാറ്റന്റെ വെറൈറ്റി ഓഫ് ഫോംസ് ആണ്. അപ്പൊ ഈ പാക്കറ്റ് എന്ത് ചെയ്യുന്നു, ഡാറ്റ ലിങ്ക് ലെയറിലോട്ട് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അതിനെ പറയുന്ന പേരാണ് ഫ്രെയിം എന്ന് പറയും. അതായത് നമ്മുടെ ഇവിടെ. ഓക്കെ, ദെൻ ഫിസിക്കൽ ലെയറിലോട്ട് ആകുന്ന സമയത്ത് അതിന് എന്ത് പറയും, ബിറ്റ് എന്നാ പറയാം, ബിറ്റ്. അപ്പം യൂണിറ്റ് ആണ്, ഇതിലെ യൂണിറ്റ് ആണ്. അതായത് നമ്മളെ ഡാറ്റ ലിങ്ക് ലെയറിലെ നമ്മളെ ഡാറ്റനെ പറയുന്ന അല്ലെങ്കിൽ മെസ്സേജിനെ പറയുന്ന പേരാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രെയിം ആക്കി മാറ്റിയാൽ നമ്മൾ ഈ പാക്കറ്റിനെ എന്ത് ചെയ്യുന്നു, ഫ്രെയിം ആക്കി മാറ്റിയാൽ, അതായത് 111 എന്ന് പറയുന്ന ഫ്രെയിം, 0001 എന്നൊക്കെ ഇങ്ങനെ ഫ്രെയിം ആക്കി മാറ്റിയാൽ അതിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും നമുക്ക് എറർ ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും ഫ്രെയിം ആക്കി മാറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോ പ്രോട്ടോകോൾ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോട്ടോകോൾ, അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് കൺസെപ്റ്റുകൾ ഒക്കെ പിന്നെ നമുക്ക് ഈ ഒരു സിലബസിൽ കവർ ചെയ്യാനുണ്ട്, ഈ ഒരു മൊഡ്യൂൾ 3. ഓക്കെ, അപ്പം ഫംഗ്ഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഡാറ്റ ലിങ്ക് ലെയർ, അത് എന്തിനാണ് നമ്മൾ നെറ്റ്വർക്ക് ലെയറിലെ കമ്മ്യൂണിക്കേഷൻ ഉള്ള പർപ്പസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. താങ്ക് യു.